സമയം സമയം എത്ര 8:30 പ്രൊഡ്യൂസർ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് പറഞ്ഞു? ഈ താരങ്ങൾ മുഴുവൻ അമ്മ എന്ന സംഘടനയായിട്ട് സമരമായാലും ശരി, പുതുമുഖ നടന്മാരെ വെച്ച് പടർത്തോളാനാ പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ പൊന്നു സാറ് ധൈര്യമായിട്ടിരിക്കുന്നത്. ഞാനല്ലേ സാറിന്റെ അസോസിയേറ്റ്. ഞാനൊരു അടിപൊളി അസലൊരു പാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അസല് പക്വതയുള്ള സൂപ്പർ അടിപൊളിയാണ്. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ആള്. അടിപൊളിയാണ്. അസ്സലാമലൈക്കും. നമസ്കാരം. എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കണു. അതല്ലേ, എപ്പോഴാ വന്ന് നിങ്ങള്? എപ്പോഴാ വന്ന്? ഞങ്ങള് കാലത്തോട്ട് ഇവിടെ ഉണ്ട്. അതെ, നമസ്കാരം. ഇതിന്റെ ആൾക്കാര്, ഇത് നമ്മുടെ സിനിമ ഒക്കെ എടുക്കുന്ന ആൾക്കാര് ഞാനാണ് ഈ പടത്തിന്റെ സംവിധായകൻ. ഞാനാണ്. മനസ്സിലായി. ഞങ്ങളൊരു പുരാണ സിനിമയാണ് എടുക്കുന്നത്. ഒരു ശാകുന്തളം എന്നൊരു സിനിമയാണ്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഞാനാണ്. ഇതിന്റെ സംവിധാനം ഞാനാണ്. ഇതിൽ ആരൊക്കെ അഭിനയിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതെല്ലാം ഞാനാണ്. അത് ശരി. അപ്പൊ ഈ ആൾക്കാരിനൊക്കെ തെരഞ്ഞെടുക്കണതൊക്കെ ഞാനാണ്. ഇത് എഴുതിയതും ഞാൻ, പറഞ്ഞു കൊടുക്കണതൊക്കെ ഞാനാണ്. ഒക്കെ അല്ലേ? അനക്കെന്ത് കിട്ടും? എന്ത്? അല്ല, അനക്ക് ഇതിങ്ങനെ ഇതൊക്കെ ചെയ്ത് എന്താ കിട്ടുക? എനിക്കെന്ത് കിട്ടുമെന്ന് എന്തിനാ നിങ്ങൾ അറിയുന്നത്? അല്ല, അനക്കെന്ത് കിട്ടും അറിഞ്ഞിട്ട് മതിയല്ലോ. പിന്നെ ബാക്കിയുള്ളവർ ഇതിന്റെ പിന്നിൽ നടക്കില്ല, അറിയാൻ വേണ്ടിട്ടാ. എനിക്കെന്ത് കിട്ടും, നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നൊക്കെ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമല്ലോ എന്ന് ഞാൻ അറിയാം. കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്? കലാപരമായിട്ട് എന്ന് പറഞ്ഞാല് ഞാന് മറ്റേ പാട്ടൊക്കെ പാടും. പാട്ട് പാടുമെന്നല്ലേ പറഞ്ഞു? അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനം ഏതാണ് എന്ന് പാടാവോ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മറ്റേ ഇയാളുണ്ടല്ലോ, നമ്മുടെ മോഹൻലാല് മൂപ്പരുടെ ഒരു പടത്തില് അവന്റെ അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു കവിത അവൻ കോളേജിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ പാടും. അപ്പൊ കുട്ടികളൊക്കെ അതായത് അസരസത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി. കജ്ജിലല്ല, കയ്യിലേന്തി. അതന്നെ, കജ്ജിലേന്തി. കജ്ജല്ല, കയ്യിലേന്തി. ആയിക്കോട്ടോ, അതിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘമൂളി. സംഘല്ല, ശംഖ്. സംഘ് മൂളി. എന്ത് പണ്ടറിയില്ല. അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിസാപാത്രം വിട്ടറിഞ്ഞു പൂന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ആ വരികൾ. അങ്ങനെയാണ് ആ ഗാനം. വളരെ വളരെ രസമായിട്ട് ഈ ഗാനം നിങ്ങൾ ആലോചിക്കണ്ട. എന്തായാലും ഗാനങ്ങളോട് കൂടുതൽ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തമിഴില് നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഗാനമുണ്ട്, ഒട്ടകത്തെ. ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഒട്ടകത്തിന്റെ. ഭയങ്കര അതിന്റെ ഒരു മ്യൂസിക് ഒന്ന്. മ്യൂസിക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒത്തിടവേ ഉയരത്തിൽ പറന്നിടും മരുഭൂമി വിലസിടുന്നേ. പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഒട്ടകങ്ങൾ. ഇത് ഏതൊട്ടകായി പാടുന്നത്? ഏതൊട്ടക? ഞാൻ പറഞ്ഞത് തമിഴിലെ ഒട്ടകമാണ്. എന്താ എനിക്ക് തലക്ക് സുഖല്ലേ ചങ്ങായി? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലോ ഇത്. ഈ ഗാനം നിങ്ങൾ ആലപിക്കേണ്ടത് ശരിയാകും. ഹിന്ദിയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഗാനമുണ്ട്, ആ ഗാനം ആലപിച്ചാൽ. അതായത് ആ ഹിന്ദിയിലെ ഏതാ പാട്ട്? എത്ര പാട്ടോടെ അതാ ശരി. ആ ഗാനം അടിപൊളി പാട്ട്. അതിന്റെ മ്യൂസിക് കിട്ടോളെ മനെ കുട്ടിയെ. ഒരു മെച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മെച്ചം പെണ്ണുണ്ടോ, സംസാരിക്കാൻ പെണ്ണുണ്ടോ, സർക്കാർ വിവിധമാരനിക്ക് കുരു മെച്ചം. അങ്ങനെ എന്താ പകുതിക്ക് വെച്ചിട്ട് ഏത് കൂവ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഈ കൂവല്ല. വേണ്ട. നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ അഭിനയിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്താ. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു. ആ സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഈ മുഖം മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുറച്ച് 4 നേരം വൃഷ്ടാന്തം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലിൽ നിനക്കാ പേര് ചേരൂ, എനിക്കാ പേര് ചേരില്ല. ഈ ഡയലോഗ് ഇതുപോലെ. എന്താ എന്താ ഞാൻ അതിന് പറഞ്ഞല്ലേ? ഞാൻ അന്നെ വല്ലും പറഞ്ഞ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് യന്ത്ര കുട്ടിയത് ഞാൻ ഡയലോഗ് എന്ത് എന്താ ഇനി പറഞ്ഞ? ഞാൻ വലിയ കുട്ടിയെ ഞാൻ വലിയൊരു വാക്ക് ഞാൻ ഇപ്പൊ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞ അവനെ
അല്ല അതിന് അവനും ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞില്ല. എന്താക്കി പറഞ്ഞു കടന്നു പോവാന്നൊക്കെ പറഞ്ഞ പിന്നെ ഒന്നും പറഞ്ഞില്ലാന്ന് പറയാ. ഇത് സിനിമയിലെ ഒരു ഡയലോഗാണ്. എവിടുത്തായാലും ഇത് ശരിയല്ല മോനെ. വയസ്സിന് മൂത്ത ആൾക്കാരുടെ അത് ശരിയല്ല. ഞങ്ങള് അങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞ ഇപ്പൊ സംഗതിക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ അവൻ പറഞ്ഞൊക്കെ മനസ്സിലായി. അവ അമേദ്യ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. ഞാൻ പറഞ്ഞു മാത്രമേ. അത് ശരിയല്ല. ഈ സിനിമയിൽ അഭിനയിക്കണ്ടേ? സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ ഇതുപോലെ ദേഷ്യപ്പെടണം. അയച്ചിട്ട് ചീത്ത പറയാ വന്നറിഞ്ഞൊക്കെ. ഇക്കയും ഇതുപോലെ ഇങ്ങോട്ട് പറയണം. എന്തിന് വെറുതെ ഒരാളിനെ ചീത്ത? സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇതുപോലെ ദേഷ്യപ്പെടണം. സുരേഷ് ഗോപി പോലെ അഭിനയിക്കണമെങ്കിൽ ചീത്ത പറയണം. ചീത്ത പറഞ്ഞാൽ അഭിനയിപ്പിക്കോ? അതാണ് നമുക്ക് കഴിവുണ്ടോ എന്നുള്ളത് തെളിയിക്കാം. ശരി, ചീത്ത പറയണം. എന്നാലും ഉൾക്കൊള്ളില്ല. എന്താ ഈ കരുതിയത്? കള്ള മൂപ്പര എന്താ മോഹൻ തോമസ് കൊല്ലിക എന്താ മനസ്സിലാക്കിയത് എന്നെ കുറിച്ചിട്ട് ഹംക്ക് എന്റെ കയ്യതൽപ്പൊക്കെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി എന്താ നന്നായിട്ടുണ്ട്. വേണ്ടാത്ത പണിക്ക് മോഹൻ തോമസ് നന്നായിട്ടുണ്ട്. അതാ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ചീത്ത പറഞ്ഞാലേ പെട്ടെന്ന് നിൽക്കുന്ന കൈയും കാലും വർക്കൊക്കെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. എന്താ ഇക്ക ഞാൻ പറയട്ടെ, ഇക്ക ഇത്രയും വയസ്സായ സമയത്തും ഇങ്ങനെ കലാപരമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഒഴിവാക്കാനും എനിക്ക് കഴിയുന്നു. അപ്പൊ ഞാനിന്ന് ഗാനത്തിൽ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തരാം, അല്ലെങ്കിൽ ഈ ഡയലോഗ് പറഞ്ഞ ഒരു ഡയലോഗ് തരാമെന്നൊക്കെ. എന്നാലും നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഒഴിവാക്കരുത്. സിനിമയിൽ ഏതായാലും ഇക്കാൻ ഒരു ഡയലോഗ് കൊടുത്താൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സീനിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്താം. ഇക്കൊരു കാര്യം ചെയ്യും. നമ്മുടെ ശാകുന്തളം എന്ന സിനിമയാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഉദ്യാനത്തിൽ നമ്മുടെ ശകുന്തള ദുഷ്യന്തനെ കാത്ത് ഒരു വാഴമരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ തൽക്കാലം ഇക്ക വാഴയായിട്ടൊന്ന് നിന്ന് തന്നാ മതി. വാഴയായിട്ട് അവിടെ നിന്ന് ശകുന്തള അടുത്ത് വന്ന് ഇങ്ങനെ ചേർന്ന് നിൽക്കും. അതാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. ചാരി നിൽക്കണ്ട. ഇക്കയാണല്ലോ വാഴ. അപ്പൊ ശകുന്തള സ്വല്പം വിട്ട് നിന്നാ മതി. അത് പറയാൻ പറ്റില്ല. നടി ആരായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വേണ്ട, ഇക്കയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ സ്വല്പം വിട്ട് നിന്നാ മതി. ആ സീന് നമുക്ക് ആദ്യം എടുക്കാം. എന്താ? അപ്പൊ ആക്ഷൻ. ഞാൻ വരാം. ഞാൻ ശകുന്തളയായി ഞാൻ വന്ന് സ്വല്പം വിട്ട് നിൽക്കും. ശകുന്തള ചാരി നിൽക്കില്ല, സ്വല്പം വിട്ട് നിൽക്കും. അങ്ങോട്ട് വിട്ടിട്ട് അതായിക്കോട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ നിക്ക. അപ്പൊ ഇങ്ങോട്ട് ശകുന്തള ഇങ്ങോട്ട് ചാരുന്നില്ല, സ്വല്പം വിട്ട് നിൽക്കും. മനസ്സിലായി? ആ സീനാണ് എടുക്കുന്നത് കേട്ടോ. വാഴയായിട്ട് ഇങ്ങനെ നിന്നാ മതി. അങ്ങനെ നിക്കന്നെ. അല്ല, അല്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്താല നമുക്ക്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വാഴയായിട്ട് നിൽക്കാലോ. അപ്പൊ ശകുന്തള അങ്ങോട്ട് ചാരുന്നില്ല. നമുക്കൊരു പണി ചെയ്താല എന്താ? ഈ വാഴ അങ്ങോട്ട് ചാരിയാല അത് കുഴപ്പമില്ല. ഈ വാഴ എങ്ങോട്ടും ചാരാൻ പാടില്ല. മനസ്സിലായോ? പറ്റില്ല. വാഴ ഇങ്ങനെ നിൽക്കാനാണ് പാടുള്ളത്. ശകുന്തള സ്വല്പം വിട്ട് നിൽക്കാം കേട്ടോ. വാഴയായിട്ട് ഇങ്ങനെ നിൽക്കാം. ഞാൻ പറയാം. ശകുന്തളയായിട്ട് ഇങ്ങനെ നിൽക്കുക. വാഴയായിട്ട് വേണമെങ്കിൽ ഒരു പണി നമുക്ക് ചെയ്യാം. വെറുതെ അല്ല, ഇങ്ങനെ വാഴയായിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. വേണ്ട. കാറ്റൊക്കെ വീശുമ്പോ ശകുന്തളുടെ മേത്തേക്ക് ഈ വാഴയുടെ കൈയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് മുട്ടിക്കോട്ടെ. അത് പറ്റോ? വാഴ കാറ്റും ഇല്ല, വാഴന്റെ ഇല മുട്ടും പാടില്ല. മനസ്സിലായോ? അതെ. വാഴ ഇങ്ങനെ ഇളകാതെ നിന്നാ മതി. അതെ, ഇങ്ങനെ നിന്നാ മതി കേട്ടോ. നിന്നാ മതി. ലാസ്റ്റ് സീനാണ്. ഞാൻ ശകുന്തളയായിട്ട് വരാം. ആയിക്കോട്ടെ. ഇങ്ങനെ മുട്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വാഴ ഇങ്ങനെ വേണമെങ്കിൽ കൊലച്ചു നിന്നോട്ടെ. അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെയാണോ കയറി വരുന്നത്? നിങ്ങൾ പോയിക്കേ. അങ്ങനെ ഞങ്ങൾ പോയിക്കേ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. എന്താ എവിടേക്ക് പോണ്? അത് ശരിയാവില്ല. അഭിനയിപ്പിക്കും. എന്ത് ശരിയാവില്ല? നിങ്ങൾക്ക് എന്താ അഭിനയിക്കറിയാം? ഗാനം പാടാൻ പറഞ്ഞാൽ അതറിയില്ല. ഒരു സീന് ഡയലോഗ് പറഞ്ഞാൽ അത് പറ്റില്ല. ഒരു സീനിൽ വെറുതെ നിൽക്കാൻ പറഞ്ഞാൽ അതിന് പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ചൂടാവുന്ന? വരുമ്പോ എനിക്ക് പറയാറുന്നില്ല 10,000 ഉറുപ്പ്യ മീൻ എടുക്കാൻ പോയ എന്റെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് 10,000 ഉറുപ്പ്യ മേടിച്ചിട്ട് ഇത് അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി 5,000 രൂപ മേടിച്ചു. നിങ്ങൾ വെറുതെ അനാവശ്യം കയ്യൂണ്ടി സംസാരിക്കും. ആരെന്റെ ചങ്ങാടെ ചോദിക്കണ? എന്റെ ചങ്ങാ ഹംകിന്റെ ചോദിക്കണം. ഇവ നിങ്ങളുടെ കയ്യിൽ എന്നെ ചീത്തോർപ്പൊന്ന് കൊടുക്കണം. 10,000 ഉറുപ്പ്യ മേടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറയാ. നീ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കാശ് മേടിച്ചു. ചെറുതായിട്ട് ജീവിക്കാൻ ചുറ്റുപാടില്ലാണ്ടിരിക്കണല്ലോ. കാശ് തന്നപ്പോ നീ മേടിച്ചു. സമരമൊക്കെ അപ്പൊ എന്ത് തന്നാലും നീ മേടിക്കും. അയ്യോ
എന്താ ഉദ്ദേശിച്ച്? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വെറുതെ ഈ ഇത്രയും വയസ്സ് കാലം ഒന്നിനും വിവരമില്ലേ നിങ്ങൾക്ക്? അഭിനയിപ്പിക്കില്ല. എങ്ങനെ അഭിനയിപ്പിക്കും? ഞാൻ പറഞ്ഞു കാശ് കൊടുക്കാം. അഭിനയിപ്പിക്കാനുള്ള ഉദ്ദേശം അഭിനയിക്കാൻ പറ്റില്ല. പന്റെ കൂടെ നടന്ന എന്നെ ചതിച്ചോനെ 2 കൊടുത്തപ്പോ അനക്കും ഒരു സമ്മാനം കിട്ടും. 10-12 വർഷം എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ച അവനെ 2 കൊടുത്തപ്പോ എനിക്ക് സമ്മാനം കിട്ടില്ലേ? നീ 10,000 ഉറുപ്പ്യം പോയിട്ട് അഭിനയിക്കാനും പറ്റാണ്ട് നടക്കണ ഒരു സമ്മാനം വേണ്ടേ? സമാധാനം വേണ്ടേ? വേണം.